ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 166. ഇന്ന് നമ്മൾ നോക്കുന്ന കാണ്ഡം 6 അനുവാകം 2 സൂക്തം 18 ഇത് ഈർഷ്യയും ദ്വേഷവുമുള്ള പുരുഷനെ പറ്റി ആണ് പറയുന്നത്. നമുക്കറിയാം ഇതെല്ലാം ഒരു പരിധി വരെ മനുഷ്യൻ്റെ ജനിതക സ്വഭാവമാണ്, അതിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. അത്തരം പുരുഷന്മാരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6 അനുവാകം 2 സൂക്തം 18. ഋഷി അഥർവൻ ദേവത ഈർഷ്യാവിനാശം ഛന്ദസ് അനുഷ്ടുപ്പ്. ഈർഷ്യായാ ഘ്രാജിം പ്രഥമാം പ്രഥമസ്യ ഉതാപരാം അഗ്നിം ഹൃദയ ശോകതം തേ നിർവാപയാമസി യഥാ ഭൂമിർമൃതമനാ മൃതാൻ മൃതമനസ്തരാ യഥോദമമ്രൂഷോ മന ഏവേർഷ്യോർമൃതം മനഃ അതോ യത് തേ ശ്രുതം മനസ്കം പതിയിഷ്ണുകം തതസ്ത ഈർഷ്യാം മുഞ്ചാമി നിരുഷ്മാണം ധൃതേരിവ. ഭാവാർത്ഥം: ഈർഷ്യയോടിരിക്കുന്ന പുരുഷൻ്റെ സ്ത്രീയെ ആരും കാണാനിടവരരുതേ. അവൻ്റെ ഈ അവസ്ഥയ്ക്ക് ശാന്തത ലഭിക്കുവാൻ ഞാൻ നിന്നിലെ ദേഷ്യത്തെയും ദുഃഖത്തെയും മാറ്റുന്നു. ഈർഷ്യയില്ലാതെ ഭൂമി എപ്പോഴും ശാന്തതയോടെ ഇരിക്കുന്നത് പോലെ സ്ത്രീ സംബന്ധമായ വിഷയത്താലുള്ള പുരുഷൻ്റെ ഈർഷ്യയും അവൻ്റെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകട്ടെ. ഒരു തൊഴിലാളി പുകക്കുഴലിലെ വായുവിനെ പുറന്തള്ളുന്നത് പോലെ പുരുഷൻ്റെ ഉള്ളിലെ ഈർഷ്യയും ഞാൻ മാറ്റുന്നു. ഈർഷ്യയോടെ ഇരിക്കുന്ന പുരുഷൻ്റെ സ്ത്രീ ആരും കാണാൻ ഇടവരുതെന്ന്. അതായത് എപ്പോഴും ദേഷ്യമായിട്ട് നടക്കുന്ന ഒരു പുരുഷൻ്റെ സ്ത്രീയെ ആരും കാണാൻ ഇടവരുതെന്ന് പറഞ്ഞാൽ അവളെ സംബന്ധിച്ചിടത്തോളം അത്രയും ദുരിതപൂർണമായ ഒരു ജീവിതം ഇല്ല. എപ്പോഴും ഈർഷ്യയായി നടക്കുന്ന ഒരുത്തൻ്റെ പരം നടക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ത്രീയെ കാണാനുള്ള അവസരം വരരുതേ എന്ന് ഉള്ള ഒരു അഭ്യർത്ഥനമാരി ഇവിടെ പറയുകയാണ്. അവൻ്റെ ഈ അവസ്ഥയ്ക്ക് ശാന്തത ലഭിക്കുവാൻ ഞാൻ നിന്നിലെ ദ്വേഷത്തെയും ദുഃഖത്തെയും മാറ്റുന്നു. അതുകൊണ്ട് അവൻ്റെ ഉള്ളിലെ അവസ്ഥക്ക്, ഈ അവസ്ഥക്ക് ശാന്തത വരുത്തുവാൻ ഞാൻ നിന്നിലെ ദേഷ്യത്തെയും ദുഃഖത്തെയും മാറ്റുന്നു. അതായത് അത് കാലം തന്നെ വിചാരിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. ഇപ്പം ശാന്തത വരണമെങ്കിൽ എന്തു വേണം? നിന്നിലെ ദേഷ്യത്തെയും ദുഃഖത്തെയും മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ള ദേഷ്യത്തെയും ദുഃഖത്തെയും മാറ്റുന്നു എന്ന അർത്ഥത്തിലും എടുക്കാം. ഇല്ലെങ്കിൽ അവളും കുറച്ച് ശാന്തമായി നിന്നില്ലേ അവളും കൂടിയും പൊട്ടിത്തെറിക്കുന്നതാണെങ്കിൽ പിന്നെ കാര്യം ആകെ പോക്കായിരിക്കും. അതുകൊണ്ട് നിന്നിലെ എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് അർത്ഥത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷനിലുള്ള ദേഷ്യത്തെയും മാറ്റണം. അതേസമയം അവളിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഈ സ്വഭാവം അതിനനുസരിച്ച് സ്വഭാവമാണെങ്കിൽ അതാദ്യം മാറ്റി പറ്റും. അതുകൊണ്ടാണ് അടുത്തേലെന്ത് പറയുന്നത്? ഈർഷ്യയില്ലാതെ ഭൂമി എപ്പോഴും എന്താണ്? ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. എപ്പോഴും ശാന്തതയോടെ ഇരിക്കുന്നത് പോലെ സ്ത്രീ സംബന്ധമായ വിഷയത്താലുള്ള പുരുഷൻ്റെ ഈർഷ്യയും. അതും പുരുഷൻ്റെ ഈർഷ്യക്ക് കാരണം സ്ത്രീ സംബന്ധമായ വിഷയത്താലുള്ള പുരുഷൻ്റെ ഈർഷ്യ എന്ന് പറയുന്നത്. അപ്പം സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിലാണ് ഈർഷ്യ ഉണ്ടാകുന്നത് എന്നുമുള്ള പരാമർശമുണ്ട്. അപ്പോൾ അവിടെ സ്ത്രീക്ക് എന്തുണ്ട്? പ്രാധാന്യം ഉണ്ട്. എവിടെയാണ് കുഴപ്പമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കുറേ ജനിതകം തന്നെയാണ്. അപ്പം ഭൂമി ശാന്തമായിരിക്കുന്ന പോലെ ശാന്തമായിരുന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ സ്വഭാവങ്ങൾ മാറിപ്പോകും. അതുപോലെ ഇരിക്കണമെന്ന് പറയുകയാണ്. ഈർഷ്യയില്ലാതെ ഭൂമി എപ്പോഴും ശാന്തതയോടെ ഇരിക്കുന്നത് പോലെ സ്ത്രീ സംബന്ധമായ വിഷയത്താലുള്ള പുരുഷൻ്റെ ഈർഷ്യയും. അപ്പം സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഈ പുരുഷൻ്റെ ഈർഷ്യ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം അതും ഇല്ലാതാകണം. അപ്പോൾ അടിസ്ഥാന കാരണം എന്താണെന്നും നോക്കണം.
അവൻ്റെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകട്ടെ. അപ്പം അത്തരം അവസ്ഥകളും അവൻ്റെ മനസ്സിൽ നിന്നും പോകട്ടെ. അത്തരം ചിന്തകൾ അവരിൽ നിന്ന് പോകണം. ഒരു തൊഴിലാളി പുകക്കുഴലിലെ വായുവിനെ പുറന്തള്ളുന്നത് പോലെ, കുഴലിലെ വായുവിനെ ഊതിക്കളയുന്നത് പോലെ പുരുഷൻ്റെ ഉള്ളിലെ ഈർഷ്യയെ ഞാൻ മാറ്റുന്നു എന്ന് പറയുകയാണ്. അപ്പം ഇതെല്ലാം ആരാണ്? ഞാനെന്ന് പറയുമ്പോൾ ഇവിടെ കാലം തന്നെയാണ് മാറ്റേണ്ടത്. അപ്പം ഇത് കാലവുമായിട്ട് ബന്ധമുണ്ട്, പല ഘടകങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ അത് ഒരു നല്ലൊരു പോക്ക് അല്ല. എപ്പോഴും ഈർഷ്യയായിട്ട് നടക്കുക അതൊരു നല്ലൊരു ഏറ്റവും മോശമായ പ്രവണതയാണെന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ അഥർവവേദ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എടുത്തു പറയുന്നതേ ഉള്ളൂ. ഇത് വളരെ ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അഥർവവേദം എന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ടിയൊന്നുമല്ല, എന്തോ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇവിടെ ചെറിയ ചെറിയ സൂക്തങ്ങളിലൂടെ പറയുന്നതായിട്ട് കണ്ടാൽ മതി. നമ്മുടെ പല പാളിച്ചകളും എല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കാലത്തിനാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. കാലമാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിൽ നല്ലതും മോശവുമായ കുറേ സ്വഭാവവിശേഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം കാലം തന്നെ മാറ്റുകയും വേണം. നമ്മളും അതിനനുസരിച്ച് പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉപദേശവും ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇതൊന്നും പ്രത്യക്ഷത്തിലുള്ള ഉപദേശങ്ങളൊന്നുമല്ല. അവരവർ ചിന്തിച്ചിട്ട് ആ ശൈലിയിൽ പോയി കൊടുക്കുക.